ഇന്ന് നമുക്കൊരു നൈറ്റ് വാക്കിന് പോയാലോ? ഇന്ന് മാത്രമല്ല, ഞങ്ങൾ എല്ലാ ദിവസവും പോകാറുണ്ട്. ഇന്നങ്ങനെ നൈറ്റ് വാക്കിന് പോയപ്പോഴാണ് അവിടുത്തെ ചർച്ചിൻ്റെ ഫെസ്റ്റിവൽ, മീൻസ് പള്ളിപ്പെരുന്നാൾ പോലെ, നമ്മുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാളില്ലേ അതേപോലെ അവിടെ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ അങ്ങനെയൊന്നും കാണാൻ പോകാറില്ല. നമ്മളിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നമുക്ക് ഒറ്റയ്ക്ക് അങ്ങനെ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ തോന്നാറില്ല. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് മാൾട്ടയിൽ, അവരുമായിട്ട് എപ്പോഴെങ്കിലും പോകണമെങ്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ നൈറ്റ് വാക്ക് പോയി തുടങ്ങിയതിന് ശേഷം കുറേ കാര്യങ്ങൾ കാണാനും കുറച്ച് റിലാക്സ് ആവാനും ഹെൽത്തിനാണെങ്കിലും ബെറ്ററാണ് എപ്പോഴും. പത്ത് 15 മിനിറ്റോളം ഞങ്ങളവിടെ നിന്ന് അതെല്ലാം കണ്ട് ആസ്വദിച്ചതിന് ശേഷം നമ്മൾ നൈറ്റ് വാക്കിന് വീണ്ടും പോയി. നമ്മളതിനാണല്ലോ വന്നത്, അതായിരുന്നല്ലോ നമ്മളെ മെയിൻ ഉദ്ദേശം. പിന്നെ ഞങ്ങൾ വീണ്ടും നടന്ന് പോയപ്പോഴത്തേക്ക് വഴിനീള കുറേ പ്രതിമകളും മാലാഖമാരുടെയും പക്ഷികളുടെയും യേശുക്രിസ്തുവിൻ്റെ അങ്ങനെ കുറേ പ്രതിമകളൊക്കെ ഉണ്ടായിരുന്നു. മുകളിലോട്ട് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തേക്കാണ്, ബൾബും അതേപോലെ ലൈറ്റ്സും കുറേ തരത്തിലുള്ള ക്ലോത്ത്സൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് പാർക്കിലോട്ടാണ്. പാർക്കിലാണ് ഞങ്ങൾ മിക്കപ്പോഴും പോകണം, കാരണം അവിടെ എക്സസൈസ് ചെയ്യാൻ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഞങ്ങളെപ്പോഴും അതൊക്കെ ഉപയോഗിച്ചാണ് എക്സസൈസ് ചെയ്യുന്നത്. ഭയങ്കര വലുതായിട്ടും ചെയ്യാറില്ല, എന്നാലും ചെറിയ തോതിൽ. പിന്നെ നടന്നു കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ചു, ഒന്ന് റിലാക്സൊക്കെ ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. അവിടെ കുറേ തരത്തിലുള്ള പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ച് വീണ്ടും ഞങ്ങൾ വീട്ടിലോട്ട് പോണ വഴിക്കാം നല്ല നല്ല ഭംഗിയുള്ള വീണ്ടും കുറേ പ്രതിമകളൊക്കെ ഉണ്ടായിരുന്നു. താഴെ റോഡ് മുഴുവൻ മറ്റേ പേപ്പറെല്ലാം, അവർ ആഘോഷിൻ്റെ പേപ്പറെല്ലാം താഴെ കിടക്കുമായിരുന്നു. പക്ഷേ പേടിക്കണ്ട, ഇന്ന് രാത്രി ഇവിടെ എന്ത് നടന്നാലും നാളെ രാവിലെ ആകുമ്പോൾ അത് ഫുള്ള് ക്ലീൻ ചെയ്ത് പഴയ മാൾട്ട പോലെ ഭയങ്കര ഭംഗിയാക്കി മാറ്റിയിടും. അതാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഏറ്റവും വലിയ പ്രത്യേകത. അതിനവർക്ക് ഒരു കൺഗ്രാജുലേഷൻ കൊടുത്തേ പറ്റത്തുള്ളൂ. അത്രയും എഫേർട്ട് ഇട്ടാണ് അവർ ഈ സ്ഥലങ്ങളാണെങ്കിലും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആരെന്ത് ചെയ്താലും അവർ ക്ലീൻ ചെയ്തിരിക്കും. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി.